ഹമാസിനെ അനുകൂലിക്കുന്ന ചില സ്ലീപ്പർ സെല്ലുകൾ അടക്കം ഇന്ത്യയിൽ അവർ പ്രവർത്തനം വിപുലീകരിക്കുന്നു എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ വലിയ വാർത്തയായി തന്നെ മാറുന്നു. അതിൽ ആ പ്രകടനത്തിൽ പങ്കെടുത്തവർ ഉയർത്തിയിരുന്ന മുദ്രാവാക്യങ്ങൾ ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. ഒപ്പം അവരുടെ കയ്യിലുള്ള ചിത്രങ്ങൾ ഭീകരന്മാരുടെ ചിത്രങ്ങൾ, അതായത് ഹമാസിൻ്റെയും ഒപ്പം തന്നെ ഈ മുസ്ലിം ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്ന ഭീകര സംഘടനകൾക്ക് വിത്തുപാകിയവരുടെയും ഭീകര സംഘടനാ നേതാക്കളുടെയും ഒക്കെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് നടന്ന അതിതീവ്രമായിട്ടുള്ള ഒരു പ്രകടനം പറയേണ്ടി വരും. കാരണം നാളിതുവരെ ജമാഅത്ത് ഇസ്ലാമി ഒരു തീവ്രമുഖം പുറത്തെടുത്തിരുന്നില്ല എങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുറച്ച് നാൾക്ക് മുമ്പാണ് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഹമാസിൻ്റെ നേതാവിനെ ഓൺലൈനിൽ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിരുന്നു. ഒരു തീവ്രമുഖമായി ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി രംഗത്തിറങ്ങിയിരിക്കുന്നു. മൂടുപടം വലിച്ചു നീക്കിക്കൊണ്ടവർ രംഗത്ത് എത്തിയിരിക്കുകയാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്പേസ് പിടിക്കുക. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് അതിൽ നിന്നടക്കമുള്ള വലിയ വിഭാഗം അണികളും മറ്റും ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് ചേക്കേറി എന്ന വാർത്തകളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ഈജിപ്തിലെ ഭീകര സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിൻ്റെ സ്ഥാപകനായ ഇമാം ഹസ്നുൽ ബന്ന എന്ന് പറയുന്ന ആ ഒരു തത്വചിന്തകനാണ്, എഴുത്തുകാരനാണ്. ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ISIS-ൻ്റെ ആയാലും അൽ ഖ്വയ്ദയുടെ ആയാലും താലിബാൻ്റെയും അതുപോലെ തന്നെ ബോക്കോ ഹറാമിൻ്റെയും ഒക്കെ ചിന്താഗതികൾ വളർത്തിയെടുക്കുന്നതിന് ഇദ്ദേഹത്തിൻ്റെ രചനകൾ വലിയ പ്രചോദനം തന്നെ നൽകി. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് വിവിധ ഭീകര സംഘടനകൾ മുന്നിട്ടിറങ്ങിയതും പ്രവർത്തിച്ചതുമൊക്കെ. ഇയാളുടെ ചിത്രവും ഈ ഒരു പ്രകടനത്തിൽ ഉയർത്തിയിരുന്നു. ഒപ്പം തന്നെ ഹമാസ് ഭീകരനായ യഹിയ സിൻവർ, അഹമ്മദ് യാസിൻ എന്നിവരുടെ ചിത്രങ്ങളും പ്രകടനക്കാർ ഉയർത്തിയിരുന്നു. ഈ ഇസ്ലാമിക ഭീകരന്മാരുടെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്ന ഹസുൽ ഖന്ന, ഇയാളെ ഈജിപ്തിൽ ഒരു അജ്ഞാതൻ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഈ ഭീകരനെ. ഏതായാലും ആ വ്യക്തിയുടെ ചിത്രം, കാരണം ഈ ആശയങ്ങളാണ് കഴിഞ്ഞ കുറേ കാലമായി ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആശയം. ഇതിൽ മറ്റൊരു ഭീകര നേതാവ്, ഭീകരരുടെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്ന ഒരു സയ്യിദ് ഖുത്ബു എന്ന് പറയുന്ന ഒരു ഭീകര നേതാവ്, സയ്യിദ് ഖുത്ബുവിൻ്റെ രചനകൾ ഈ ഭീകരവാദ സംഘടനകൾക്ക് വലിയ പ്രചോദനം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഖുത്ബുവിൻ്റെ സഹോദരനായിരുന്നു ബിൻ ലാദൻ്റെ ഉപദേഷ്ടാവ്. അപ്പോൾ തന്നെ ഇത്രത്തോളമാണ് ഈ ബന്ധമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ഇവരുടെ ആശയങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയിൽ പലപ്പോഴായിട്ട് പ്രചരിപ്പിച്ച് വന്നിരുന്നത്. സമാധാനത്തോടെയുള്ള ഒരു പ്രവർത്തനമായിരുന്നു, വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇക്കാലം അത്രയും ജമാഅത്ത് ഇസ്ലാമി നടത്തിയതെങ്കിൽ ഈ അടുത്ത കാലത്തായി ജമാഅത്തെ ഇസ്ലാമി അവരുടെ മൂടുപടം വലിച്ചു നീക്കിക്കൊണ്ട് ഒരു അക്രമത്തിൻ്റെ രീതിയിലേക്ക്, ഭീഷണിയുടെ രീതിയിലേക്ക്, മുൻപ് പോപ്പുലർ ഫ്രണ്ട് എങ്ങനെയായിരുന്നു അതിന് സമാനമായ ഒരു രീതിയിലേക്കൊക്കെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും വലിയ വാർത്താ പ്രാധാന്യം തന്നെയാണ് ഇപ്പോൾ ഇതിന് നേടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രകടനത്തോട് നമുക്ക് സാമ്യമായി തോന്നുന്നത് മുൻപ് പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴയിൽ നടത്തിയ ഒരു പ്രകടനമുണ്ടായിരുന്നു. അതിൽ അവലും മലരുമൊക്കെ വാങ്ങി വെച്ചോളൂ എന്നുള്ളൊരു മുദ്രാവാക്യം വലിയ തോതിൽ ചർച്ചയായപ്പെടുകയും ചെയ്തിരുന്ന ഒരു സംഭവമാണ്. ഇതിനൊക്കെ ഏകദേശം സാമ്യത തോന്നുന്നതായി പലരും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം ആരംഭിച്ചതായിട്ടൊരു വിവരവും ലഭ്യമാകുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.